തൃശൂർ ഏങ്ങണ്ടിയൂരിൽ റോഡിന് ടിപ്പുവിന്റെ പേര് നൽകിയതിനെ വിമർശിച്ച് ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിച്ചയാളാണ് എന്നും ടിപ്പുവിന് കേരളത്തിന് ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ച ആളാണ് ടിപ്പുവെന്നും ബി ഗോപാലകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. ടിപ്പു സുൽത്താനും ഈ നാട് തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ ആക്രമിച്ചു വന്നയാളാണ്. ആക്രമിച്ചു എന്നൊന്നു മാത്രമല്ല, ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ കൊന്നൊടുക്കി, എത്ര കൊലപാതകങ്ങൾ ചെയ്തു. ഈ ഗുരുവായൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് റോഡ്. എന്തുകൊണ്ട് വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ഭാരതത്തിന്റെ, കേരളത്തിന്റെ, ഈ നാടിന്റെ ഒക്കെ ചരിത്രം രചിച്ച ആ മാന്യ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ആ റോഡിന് ഇടുന്നില്ല? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇത് മാറണ്ടേ? ഇത് മാറുക തന്നെ ചെയ്യണം. ടിപ്പു സുൽത്താനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേലായുധൻ പണിക്കശ്ശേരിയെ പോലെ ഏങ്ങണ്ടിയൂരിന്റെ മഹത്വം വളർത്തുന്ന ആളുകളെയാണ്, അവരുടെ പേരാണ് ഓർമ്മയിൽ നിലനിൽക്കേണ്ടത്. നമസ്കാരം. സജീവിച്ചിരിക്കുകയാണ് സാനു. അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തിനാണ് ടിപ്പുവിൻ്റെ പേരിൽ ഒരു റോഡ്? നമ്മൾ റോഡിനൊക്കെ പേര് നൽകുമ്പോൾ ആ നാടിന് എന്തെങ്കിലും സംഭാവന ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വളരെ നന്മയോടുകൂടി നമ്മൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പേരായിരിക്കും ഇത്തരത്തിലുള്ള റോഡുകൾക്കൊക്കെ നൽകുക. പക്ഷേ ഇവിടെ ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിച്ച ആളാണ്, ക്ഷേത്രങ്ങൾ ആക്രമിച്ച ആളാണ്. അങ്ങനെ കാരണങ്ങൾ അദ്ദേഹം തന്നെ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പേര്? എന്തായാലും വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ടിപ്പു സുൽത്താന്റെ പേര് നൽകിയ റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗോപാലകൃഷ്ണന്റെ ഇന്നത്തെ വീഡിയോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാരണം ടിപ്പു സുൽത്താൻ ആരാണെന്നും ആ ടിപ്പു സുൽത്താനും ഗുരുവായൂരും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ടിപ്പു സുൽത്താനും കേരളവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വൈദേശിക അക്രമിയുടെ പേര്, അക്രമകാരിയുടെ പേര് എന്തുകൊണ്ട് കൊടുത്തു എന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി ആളുകൾ കേരളത്തിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടി പൊരുതി വീണവരുണ്ട്. അവരുടെ ഒന്നും പേര് കൊടുക്കാതെ, അവരെ ഒന്നും പരിഗണിക്കാതെ, എവിടെ നിന്നോ കണ്ട ടിപ്പു, എവിടെ നിന്നോ വന്ന ടിപ്പു, എവിടെ നിന്നോ വന്ന ഒരു അക്രമകാരി, ആ അക്രമകാരിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഗോപാലകൃഷ്ണൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മാറണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ തന്നെ ആ മണ്ഡലത്തിലെ മൂല്യച്യുതിയെ കുറിച്ച് തുറന്നു കാട്ടിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ നിരീക്ഷണങ്ങളൊക്കെ സത്യമാണെന്ന് തോന്നിക്കുന്നതാണ് പിന്നീട് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ. എന്തായാലും അത്തരത്തിലുള്ള നിരീക്ഷണത്തിന്റെ അവസാന ഭാഗമായിട്ട് വേണം ഇതിനെ നമ്മൾ ചേർത്ത് വായിക്കാനായിട്ട്. ഇത് മാറണമെന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ തന്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. ശരി സാനു.